ശിവ ശിവ വെട്രിവേൽ സ്വാഹ. മുരുക 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 മുരുക. എല്ലാവരുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട്, അതായത് ഉണർന്ന ഉടൻ നമ്മുടെ ആ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് 3 അക്ഷരം അത് ഞാനീ പറയുന്ന പ്രത്യേക രീതിയിൽ ഉരുവിട്ടാൽ ജീവിതം മുഴുവനും അളവറ്റ ഐശ്വര്യങ്ങളും സമ്പത്തും ശത്രുവിജയങ്ങളും, ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും അപാരമായ സമ്പത്തും എല്ലാ ജീവിതത്തിലെ സർവ്വ തകർച്ചകളും വളരെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇതേതൊരു വ്യക്തിയും ഈശ്വരൻ രക്ഷപ്പെടുത്തിയിരിക്കും ശരിയായിട്ട് ചെയ്താൽ. അങ്ങനെയുള്ള ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിദ്യയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു സൂചന നൽകിയായിരുന്നു. പക്ഷേ പ്രധാനമായ ഒരു മർമ്മഭാഗം, ഒരു രഹസ്യം പറയാൻ വിട്ടുപോയി. അപ്പം ഞാൻ ആ ഒരു രഹസ്യവും കൂടെ ചേർത്ത് ഈ പറയാൻ പോകുന്ന വിദ്യ പൂർണ്ണമായിട്ടും പറഞ്ഞു തരികയാണ്. അപ്പോഴാണ് അത് പെട്ടെന്ന് ഫലിക്കുന്നത്. അപ്പം ഉണർന്ന ഉടൻ നിങ്ങൾ ചെയ്തു നോക്കുക. ഏതായാലും ചെയ്തു നോക്കുന്ന നഷ്ടമൊന്നും ഇല്ല. 1 രൂപ പോലും ചിലവാകത്തില്ല. ഒരു കുഴപ്പമില്ല. ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇത് ലക്ഷങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ലക്ഷങ്ങൾ കൊടുത്താൽ എത്ര ജന്മം തപസ്സിരുന്നാലും കിട്ടാത്ത കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ആർക്കും ചെയ്യാം. ആർക്കും. നിങ്ങൾ പാപി ആയിക്കോട്ടെ, പുണ്യവാനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും ദുരിതത്തിൽ കഴിയുന്നവനായിക്കോട്ടെ, ആർക്കും ചെയ്യാം. എനിവൺ ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആർക്കും ചെയ്യാം. ഇത് കൃത്യമായിട്ട് ചെയ്താൽ അവരുടെ ജീവിതം എന്നേക്കുമായി മാറിയിരിക്കും. ചെയ്തു നോക്കുക. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം അതുപോലെ അത്ഭുതകരമായൊരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്നേ വരെ ആരും പറഞ്ഞുതരാത്തൊരു കാര്യമാണ്. അതിൻ്റെ രഹസ്യം ഉൾപ്പെടെയാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരുടെയും ജീവിതം, ഇതെൻ്റെ അറിവല്ല, ആദ്യം പറയാം. ഇത് ഈശ്വരൻ, ഞാൻ ക്രിയായോഗ ചെറുപ്പത്തിൽ സ്വീകരിച്ചതാണ്, ശിവയോഗിയാണ്. അപ്പോൾ എനിക്ക് ഈശ്വരൻ നൽകിയ ജ്ഞാനമാണ് ഈ പറഞ്ഞു തരുന്നത്. ആദ്യം ഈശ്വരനോട് നന്ദി പറയുന്നു, ഈശ്വരന് മഹത്വം പറയുന്നു. ഇതെൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവരാണ്. നിങ്ങൾ ഈശ്വരനെ അറിയാൻ പോവുകയാണ്. ഒരു രഹസ്യ ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊരാൾക്കും ചെയ്യാം. ചെയ്തു നോക്കിക്കൂ, എന്നിട്ട് മനസ്സിലാക്കിയാൽ മതി. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇത് നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഇത് കേട്ടിട്ട്, നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവൻ ദേവത, എല്ലാം ആവശ്യമുള്ള നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളെ, ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന കാര്യങ്ങളെ, വീട്ടിൽ സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെ ഞാൻ പറയാറുള്ളൂ. അത് പിന്നെ വീഡിയോ കാണുന്നവർക്കും അറിയാം. വേറെ ഒന്നും പറയാറില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ പോകണം. വീട്ടിൽ ഇരുന്ന് കൊണ്ട് ഒന്നും റെഡിമെയ്ഡായിട്ട് നടക്കത്തില്ല. ക്ഷേത്രത്തിൽ പോകേണ്ടി വരും, നാമം ജപിക്കേണ്ടി വരും, സാധിക്കുന്ന പോലെ ആവർത്തിക്കേണ്ടി വരും. അപ്പോഴൊക്കെയാണ് മാറ്റമുണ്ട്. അത് താല്പര്യമുള്ളത് ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഇനിയിപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗം വീഡിയോയിലേക്ക് കയറാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യം, ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. അത് എൻ്റെ കഴിവല്ല കേട്ടോ, പരമേശ്വരൻ്റെ കഴിവാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ഒരു ചെറിയ വോയിസായിട്ട് ഇട്ടാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ പരിഹാരം പറഞ്ഞു തരാം. അതിനാരും ഫീസൊന്നും ഇടരുത്. പറഞ്ഞ മനസ്സിലായോ? ഇടാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് വർക്ക് എടുത്തിട്ട് വിശദമായിട്ട് നോക്കി പറയുന്നവർക്ക് ഞാനൊരു നിശ്ചിത ഫീസ് പറയും. അത് ഞാൻ ബുദ്ധിമുട്ടുന്നതിന് എത്രയും തുച്ഛമായ ഒരു ഇതേ പറയത്തുള്ളൂ. അത് അപ്പം മാത്രമേ ഇടാവുള്ളൂ. അത് ആ വർക്ക് എടുക്കുമ്പം പറയും. അല്ലാതെ ഞാനിപ്പോൾ എന്നോട് നിങ്ങളൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമാണ്, ഞാനത് കണ്ടു, നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതിനൊന്നും ആരും ഒന്നും ഇടരുത്. ഇട്ടാൽ ഞാൻ തിരിച്ചിടും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനതൊരു മനസ്സ് നിറഞ്ഞ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ വിശകലനം ചെയ്യുമ്പോൾ അതിന് എത്രയാ നിശ്ചിത ഫീസെന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടായി ഇട്ട് കഴിഞ്ഞാൽ അത് വിശകലനം ചെയ്തു തരും. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് കാരണം ഞാൻ സമയമെടുത്ത് ചെയ്യുന്ന കാര്യം. ഹസ്തരേഖ, സംഖ്യാദോഷം, ഗ്രഹനില എല്ലാം കൂടെ വിശകലനം ചെയ്തതാണ്. അതിന് എനിക്ക് ആ എടുക്കുന്ന എഫോർട്ടിൻ്റെ ഒരു 1/3 10 പോലും ഞാൻ പറയത്തില്ല ഫീസ്. അങ്ങനെയാണ്.
അത് ആവശ്യമുള്ള ചെയ്യുക, ചെയ്യാതിരിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഇത് ഒരുപാട് കഥയായിട്ടിട്ടാൽ ഞാൻ നോക്കത്തില്ല, ചെറുതായിട്ടൊരു വോയിസ് ആയിട്ട് ഒറ്റ കാര്യം ചോദിക്കാവുള്ളൂ. ചിലരുണ്ട് ഒറ്റ കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞ് അമ്മാവൻ്റെയും കൊച്ചച്ഛൻ്റെയും എല്ലാ അച്ചച്ചൻ്റെയും ഒക്കെ കാര്യം ചോദിക്കും. ഈ സത്യമില്ലാത്ത കാര്യം എനിക്കിഷ്ടമല്ല. ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചുരുക്കി പറയാമെന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക. എനിക്കറിയാം നല്ല കാര്യം ഞാൻ പറഞ്ഞു തരും കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒന്നും വിടുകയും വേണ്ട, ഇട്ടാൽ തിരിച്ചിടും ഞാൻ. അപ്പോൾ ഇതാണ് സാഹചര്യം, പറഞ്ഞതേ ഉള്ളൂ. ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. കാരണം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ജീവിതം മാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്, അത് ഈശ്വരനാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, എല്ലാം വിശദമായിട്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല, അങ്ങനത്തെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് ആ തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം വേണം, പറഞ്ഞാൽ മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തിക്കോണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഈ വീഡിയോയെക്കുറിച്ച് ഈ ഇപ്പം പറയാൻ പോകുന്ന വിദ്യയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. പക്ഷേ അതിൻ്റെ ഒരു മർമ്മഭാഗം പറയാൻ വിട്ടുപോയി. ഒരു പ്രധാന രഹസ്യം ചെയ്താലേ ആ വിദ്യ ഫലിക്കത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയെന്ന് പൂർണ്ണമായിട്ടും പറയുകയാണ്. നിങ്ങൾ രാവിലെ കിടക്കപ്പായയിൽ, അതായത് നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ബെഡിൽ, നിങ്ങൾ ആ കിടക്കപ്പായയിൽ ഉണർന്ന ഉടൻ ഒന്നുകിൽ നിങ്ങൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുള്ളവരാണെങ്കിൽ അത് ചൊല്ലിക്കഴിഞ്ഞോ അല്ലെങ്കിൽ ഉണർന്ന ഉടനെ ചെല്ലുന്നതിന് മുമ്പോ ഈ വിദ്യ ചെയ്യാം. എങ്ങനെ ചെയ്താലും ഫലം ഉണ്ടാകും. ഒന്നുകിൽ ആദ്യം അല്ലെ അവസാനം കിടക്കപ്പായിരുന്നുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വടക്കോട്ടിരുന്നുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്താൽ മതി കേട്ടോ. കിടക്കപ്പായിരുന്നു വടക്കോട്ടിരുന്നുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കിടക്കപ്പായിരുന്ന് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പോ പിമ്പോ ഈ ഒരു ഇപ്പം പറയാൻ പോകുന്ന വിദ്യ ചെയ്തിട്ട് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ടിരുന്നുള്ള പ്രാർത്ഥന ചെയ്താൽ മതി എന്ന്. വടക്കോട്ടിരുന്നുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം എപ്പോഴും കിടക്കപ്പായി ഇരുന്നുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വലത് സൈഡിൽ ചെരിഞ്ഞ് എഴുന്നേൽക്കണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം, വലത് സൈഡിൽ ചെരിഞ്ഞ് എഴുന്നേൽക്കാം. എന്നിട്ട് വിദ്യ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഈ 3 അക്ഷരം നിങ്ങളുടെ ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ടുകൊണ്ട് കണ്ണുകൾ മേൽപോട്ടാക്കി ഇങ്ങനെ മേൽപോട്ടാക്കി നിങ്ങൾ മേൽപോട്ടാക്കി കഴിഞ്ഞ് അപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഇവിടെ വരും. എന്നിട്ട് ഈശ്വര എന്നൊന്ന് വിളിക്കുക. ഈശ്വര, നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിക്കണം. ഈശ്വര, വലിയ ശബ്ദത്തിലോ ശബ്ദം കുറച്ചോ ഒന്നുമല്ല, ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു തവണ ഈശ്വര ഇങ്ങനെ നീട്ടി വിളിക്കണം. അതാ ബലം ഉണ്ടാകും. ഈശ്വര. എന്നിട്ട് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഈ ഉച്ചിയുടെ മധ്യത്തിൽ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുക മതി. അപ്പോൾ ഈ വിദ്യക്കകത്ത് കുറേ രഹസ്യങ്ങളുണ്ട്. ഇതിനകത്ത് ഞാൻ ഇന്നലെ ഈ വിദ്യക്കകത്ത് ഈ വിദ്യ ഫലിക്കണമെന്നുണ്ടെങ്കിൽ 1 ഇടത് കൈ ഇടത് നെഞ്ചിൽ തുറണം. 2 നിങ്ങളിങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ഈ ഉച്ചിയിലൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാന രഹസ്യം. അപ്പം ഞാനിത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊടുന്നു. നമ്മുടെ ഇടത് കൈ എപ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നു. റൈറ്റ് ബ്രെയിന് ഭാവന റൈറ്റ് ബ്രെയിന് കൂടുതലും ഭാവനയാണ് റൈറ്റ് ബ്രെയിൻ്റെ. ലെഫ്റ്റ് ബ്രെയിനാണ് ലോജിക്ക്, അരിത്തമാറ്റിക്ക്. ഇപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള വ്യക്തികൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ടിക്കറ്റിന് എത്ര രൂപയായി, എവിടെ നിന്ന് കയറി, എത്ര രൂപ, അവർ ജീവിതത്തിൽ എല്ലാം കാൽക്കുലേഷൻസ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാൽക്കുലേഷൻസ്. റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഭാവന ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് കൂടുതലും ഭാവന ലോജിക്കും ചിലപ്പം കുറച്ച് വരാം. ഭാവന കൂടുതൽ. ഇപ്പോൾ ഋഷിമാരെ, മഹർഷിമാരെ, യോഗീശ്വരന്മാരെ ഇവരൊക്കെ റൈറ്റ് ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ് ആക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉപബോധ മനസ്സിനെ പെട്ടെന്ന് ആക്ടിവേറ്റ് ആക്കാൻ ഭാവനയ്ക്ക്, സങ്കല്പത്തിന് സാധിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മവും സങ്കല്പത്തിലൂടെയാണ് ബ്രഹ്മത്തെ നമ്മൾ ആദ്യം അറിയുന്നത്. പിന്നെ അത് അനുഭവമായിട്ട് വരും. അപ്പോൾ ആ സങ്കല്പത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ഭാവനയ്ക്ക്. അപ്പം അതുകൊണ്ടാണ് ഈ ഇടത് കൈ നമ്മൾ ഒന്ന് ചലിപ്പിച്ച് ഇവിടെ വയ്ക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ കണ്ണുകൾ മുകളിലോട്ട് വെക്കുന്നു. ഈ കണ്ണുകൾ മുകളിലോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. വലിയ ബലമൊന്നും പിടിക്കേണ്ട, സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ കണ്ണുകൾ മുകളിലോട്ട് വെക്കുമ്പോൾ തന്നെ ഇവിടാണ് ശ്രദ്ധ വരുന്നത്. ഇങ്ങനെ കോണാകൃതിയിലാണ് അതിൻ്റെ പവർ വരുന്നത്. ഇതൊരു കോണാകൃതി വരും. ഇങ്ങനെ ഒരു വരയും കൂടി വരുമ്പോൾ ത്രികോണാകൃതി വരും.
അപ്പോൾ ഇവിടാണ് അതിൻ്റെ ശ്രദ്ധ വരുന്നത്. ഇങ്ങനെ മേലോട്ട് ജസ്റ്റ് കണ്ണുകൾ വെച്ചാൽ മതി, ബലമൊന്നും പിടിക്കരുത്, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി, ജസ്റ്റ് സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി. കണ്ണുകൾ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ശ്രദ്ധ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധ വരുമ്പോൾ എന്നാ ഇത്ര പ്രത്യേകത? അവിടെയാണ് രഹസ്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അതാ പറഞ്ഞത് ആരും പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, മനസ്സിലെപ്പോഴും ചിന്തകൾ ഒരുപാട് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചോ? നമ്മുടെ അത്രയും ചിലപ്പം കണ്ണുകൾ കൊച്ചിലെ അവരെ ചലിക്കുന്ന ചിലരെ ശ്രദ്ധിച്ചാൽ കാണാം, അത്ര ചലിക്കത്തില്ല. കാരണം കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പം ഇന്ന് ചില കുട്ടികൾക്ക് ചിലപ്പം ചലിക്കുന്നവരും ഉണ്ടായിരിക്കും. പക്ഷേ നിഷ്കളങ്കമായിട്ട് ചിന്തയൊന്നും ഇല്ലാതിരിക്കുമ്പം കണ്ണുകൾ അധികം ചലിക്കത്തില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ കണ്ണുകൾ മേൽപോട്ടാക്കി ഇങ്ങനെ ശ്രദ്ധിച്ച് സ്റ്റെബിലിറ്റി ആകും. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും, മനസ്സടങ്ങും. അല്ലാതെ എൻ്റെ മനസ്സടങ്ങുമെന്ന് പറഞ്ഞ് കുറേ സജഷൻ കൊടുത്താലോ ഒന്നും മനസ്സടങ്ങത്തില്ല. ജസ്റ്റ് കണ്ണുകൾ മേലോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സടങ്ങും. പറഞ്ഞ മനസ്സിലായോ? കണ്ണുകൾ മുകളിലോട്ട് ജസ്റ്റ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധ ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെ ത്രികോണാകൃതിയിലാണ് അതിൻ്റെ ഒരു ഫോഴ്സ് വരുന്നത്. അപ്പോഴിവിടെ മനസ്സടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ ബോധം നിങ്ങൾക്ക് കൂടുതൽ അനുഭവഭേദ്യമാകുന്നത്. അല്ലെങ്കിൽ മനസ്സ് അതിൻ്റെ പുറകെ പോകുന്നു, ഇതിൻ്റെ പുറകെ പോകുന്നു, കാണുന്ന കാര്യങ്ങളുടെ പുറകെ പോകുന്നു, കേൾക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകുന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് ശരിക്കും നിങ്ങളുടെ ബോധത്തിലേക്ക് മനസ്സടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ആ ശ്രദ്ധ വരുന്നത്. പിന്നെ ഈ ആജ്ഞയ്ക്ക് മുകളിലേക്ക് ചിതാകാശം എന്ന് പറയും യോഗിമാർ, ചിതാകാശം. അപ്പം ഇവിടെയാണ് എല്ലാ യോഗിമാരെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഈ ചിതാകാശത്തിലെ ചില വിദ്യകളാണ്. അതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയും നമ്മൾ രണ്ട് കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്. ഈ രണ്ട് കണ്ണുകളിലൂടെ കണ്ട ലോകമാണ്, അല്ലെങ്കിൽ കേട്ട ഈ രണ്ട് ചെവികളിലൂടെ കേട്ട ലോകമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്പർശനത്തിലൂടെ ഞാൻ അറിഞ്ഞ ലോകമാണ് എൻ്റെ ലോകം. അത് വെച്ചിട്ടാണ് ഓരോരുത്തർ പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഗാലക്സിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈശ്വരനെക്കുറിച്ച്. അങ്ങനില്ല ഇങ്ങനില്ല. ജസ്റ്റ് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് കണ്ണുകൾ, രണ്ട് ചെവി, അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ. അതിന് പരിമിതിയുണ്ട്. ആ പരിമിതിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആ പരിമിതിക്ക് അപ്പുറത്ത് ഉള്ള കാര്യങ്ങളെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മറ്റൊരു ഡയമെൻഷനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല, പോട്ടെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പം രണ്ട് കണ്ണുകളിലൂടെയാണ് ഈ ലോകം കാണുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ മേലോട്ട് ശ്രദ്ധിക്കുമ്പോൾ കണ്ടോ, ഈ രണ്ട് കണ്ണുകൾക്കിടയിലുമുള്ള ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ മനസ്സ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ അറിയാത്ത ഒരു അനുഭവം നമുക്കുണ്ടാകും. മൂന്നാമതായിട്ടൊരു അനുഭവം. അത് രണ്ട് കണ്ണുകൾ കൊണ്ട് അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ, ഒരു ഇച്ഛാശക്തി, നമ്മുടെ ഉള്ളിലൊരു ബോധം, ഏകാഗ്രത, ഇതൊക്കെ നമ്മളിലേക്ക് അനുഭവത്തിൽ വരും. അല്ലാതെ ഋഷീശ്വരന്മാരൊന്നും ചുമ്മാ ഇങ്ങനെ കണ്ണും വെച്ചിരിക്കുന്നതല്ല. അവർ ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവരാണ്. നമുക്ക് താഴ്ന്ന ഒരു തലത്തിൽ ഇരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ബോധം ഒരു താഴ്ന്ന തലത്തിലാണ്. പറഞ്ഞ മനസ്സിലായി? അപ്പം നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഒരു വളരെ വർഷങ്ങളായിട്ട് കാട്ടിൽ വസിക്കുന്ന ഒരു വ്യക്തിയോട്, നാട് കാണാത്ത ഒരു വ്യക്തിയോട്, നാട്ടിൽ വലിയ വാഹനങ്ങളുണ്ടെന്നും ഈ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായി കാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു താഴ്ന്ന ബോധതലത്തിലുള്ള ഒരു വ്യക്തിക്ക് ഈ യോഗിമാരൊക്കെ ചെയ്യുന്ന ഇത്, നിങ്ങൾ അങ്ങനെ യോഗിമാരുടെ രീതി അല്ലേ പറയുന്നത്, പക്ഷെ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഈ യോഗിമാർ ചെയ്യുന്ന ഈ ശാംഭവി മുദ്ര, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബോധം, അവർ വേറെ അതിൻ്റെ കൂട്ടത്തിൽ പല യോഗവിദ്യകളും ചെയ്യും. അങ്ങനെ അവർ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് വരും, അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അത് ഒന്നുമില്ലാത്ത അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിൽ നിൽക്കുന്നവൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമായിരിക്കുമെന്ന് ഒന്ന് ഓർത്ത് നോക്കി. അതേ സംബന്ധിച്ചോളം ഇല്ലെന്നായിരിക്കും അയാളുടെ ചിന്ത. പക്ഷെ എന്ത് കരുതി യഥാർത്ഥത്തിൽ അത് ഇല്ലാതാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ല. ആ പറയുന്നവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൂന്നാമതൊരു ബോധം, അല്ലെങ്കിൽ മൂന്നാമതൊരു ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്താൽ മതി. ഇതല്ല നിങ്ങളിങ്ങനെ ഉയർത്തി വെക്കുകയൊന്നും വേണ്ട, ബലം പിടിക്കാൻ വേണ്ട, സ്വാഭാവികമായിട്ടും.
അപ്പം നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇടത് കൈ ഇടത് നെഞ്ചി വെച്ച് ജസ്റ്റ് കണ്ണൊന്ന് ഉയർത്തി, ജസ്റ്റ് കണ്ണ് ഇങ്ങനെ മേലോട്ട് ഒന്ന് ഉയർത്തി ഈശ്വര ഒന്ന് നീട്ടി വിളിക്കണം. ഈ നീട്ടി വിളിക്കുമ്പോഴെന്നാണെന്നറിയാം ഗുണം, നമ്മുടെ മനസ്സും അതുപോലോട്ട് അങ്ങ് ലയിക്കും. ഈശ്വര അത് പ്രത്യേക സുഖമാണ്. കാരണം അതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്. ഈ നീട്ടി പറയുന്നതിനകത്ത് നമ്മൾ നീട്ടി പറയുമ്പോൾ നമ്മളുടെ ഈ വായു കുറച്ച് ദൂരെ സഞ്ചരിക്കും. കുറച്ച് ദൂരെ സഞ്ചരിക്കുമ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ള ആ പ്രപഞ്ചവുമായി പ്രകൃതിയുമായി കൂടുതലൊരു ലയം നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സൊന്ന് ലയിക്കും. അതും ഒരു അതീന്ദ്രിയമായ അനുഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നീട്ടി ഉച്ചരിക്കാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈശ്വര ഇങ്ങനെ നീട്ടുമ്പം, ഈശ്വര ഇങ്ങനെ നീട്ടുമ്പം നമ്മുടെ ആ വായു മൂക്കിൽ കൂടെയും വായു കൂടെ വരുന്ന വായു കുറച്ച് ദൂരം, സാധാരണ സംസാരിക്കുന്നതിനെ കുറച്ച് ദൂരം സഞ്ചരിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ മനസ്സും പോകുന്നുണ്ട്, കുറച്ച് മനസ്സും പോകും. അപ്പോൾ ആ മനസ്സ് ഈ പ്രകൃതിയുമായിട്ടൊരു ലയം വരുമ്പോൾ അതും അതൊരു അനുഭവമാണ്. അതാ നീട്ടി ജപിക്കുമ്പോൾ എപ്പോഴും പ്രത്യേക അനുഭവമാണ്. ഈശ്വര ഇങ്ങനെ നീട്ടി വിളിച്ചിട്ട് നിങ്ങൾ ഇത് വിളിച്ചു കഴിഞ്ഞാൽ അല്പം നേരം ഒരു സെക്കൻഡുകൾ ഈ ഉച്ചിയുടെ മധ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തിനാണെന്നറിയോ? ഈ ഉച്ചിയുടെ മധ്യത്തിലാണ് സഹസ്രാരം. അവിടുന്നാണ് നമ്മുടെ ആന്തരിക ലോകവും ബാഹ്യ ലോകവുമായിട്ടുള്ള കണക്ഷൻ ഇവിടെയാണ്, ഈ പോയിന്റിലാണ്. ഇവിടുന്ന് നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആ ഒരു ബോധം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്ത പ്രപഞ്ചത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ഇത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിത്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും. നിങ്ങൾ അപാരമായ വശ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ വളരെ സ്നേഹം, അപാരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. ഇത് അനുഭവിച്ച് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തില്ല. നിങ്ങളിത് ചെയ്യുക ദിവസവും. ഇത് രാവിലെ ഇങ്ങനെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യുക, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക. മറ്റുള്ള വിദ്യകളെല്ലാം ചെയ്ത് കഴിഞ്ഞോ അതിന് മുമ്പോ ചെയ്താൽ മതി. ഉറങ്ങുന്നതിന് മുമ്പ് വിദ്യകൾ ചെയ്യുന്നവർ, വേറെ പല വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുന്നവർ അതിന് മുമ്പോ അത് കഴിഞ്ഞോ ചെയ്യുക. ഇങ്ങനെ ഈ രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ടും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പും ഇങ്ങനെ 2 നേരം ഈ വിദ്യ ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഓരോ തവണ ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും. ഈശ്വരാന്ന് വിളിച്ചാൽ മതി, വേറെ ഒരു പേരും വിളിക്കണ്ട. നിങ്ങൾ ഈശ്വരനെ അറിയും, നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനൊരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. കാരണം നിങ്ങൾ അനുഭവിക്കുകയാണ്. മനസ്സിലായല്ലോ? അങ്ങനെ മനസ്സിനൊരവസ്ഥയുണ്ട്. അതാണ് ഈ മഹർഷിമാരൊക്കെ അതിൽ ലയിച്ചായിരിക്കുന്നത്. മുഴുവൻ ഉത്തരങ്ങളാണ്. നമുക്ക് അനുഭവം വരുമ്പോൾ നമുക്കത് ആൻസറാണ്, പിന്നെ ക്വസ്റ്റ്യൻ അല്ല, ആൻസർ മാത്രമുള്ളൊരു ലോകമാണ്. എല്ലാത്തിനും ഉത്തരം ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ആ ഈശ്വരനെ നിങ്ങൾ അനുഭവിക്കുന്ന, ഈശ്വരനെ നിങ്ങൾ അറിയുന്ന അത്യത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇത് ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. വലിയ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വലിയ ലക്ഷങ്ങൾ വരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവ് വന്നു ചേരും. സ്കില്ലുണ്ടാകും. അല്ലാതെ വീട്ടിൽ നിന്ന് ചുമ്മാ ഇരുന്ന പൈസ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടാകും, ഈ ഉണ്ടാകും. നിങ്ങൾ പുതിയ രീതിയിൽ, ഇതുവരെ ഇല്ലാത്ത സാധ്യതകളെ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത സാധ്യതകളെ കണ്ടെത്തുന്നവനാണ് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നവനല്ല, പുതിയ സാധ്യതകളെ കണ്ടെത്തുന്നവനാണ് ജീവിതത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ടൊക്കെ നമ്മൾ പലചരക്കട ചെന്ന് കഴിഞ്ഞാൽ പലചരക്കടക്കാരൻ ഒരു പേപ്പർ എടുക്കും, അരി ഇതൊക്കെ എഴുതി വെക്കും. നമ്മളവിടെ എത്ര നേരം ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിന്നാൽ നമുക്ക് ചിലപ്പോൾ തിരക്കാണ് കിട്ടുന്നത്. ഇന്ന് ഈ പലചരക്കടക്കാരൊക്കെ ഈ ഓൺലൈൻ പരിപാടിയൊക്കെ വന്ന് പിന്നെ കച്ചവടം കുറഞ്ഞു. അതുകൊണ്ട് അവർ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുക, വാട്സപ്പിൽ ഇട്ടാലോ മതി, അപ്പോഴേ വീട്ടിൽ അവർ സാധനം എത്തിച്ചു. അങ്ങനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഈ പുതിയ രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയാണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള പവർ കിട്ടും. മനസ്സിലായോ? അത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാകാത്തതിൻ്റെ കാര്യം. അതുപോലെ നമുക്ക് ശരിയായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മളുടെ ആ ബോധം ഉയർന്ന തലത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ആ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ഛാശക്തി കൂടും, ബുദ്ധിശക്തി കൂടും, പുതിയ തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. എന്ത് വേണോ എന്ത് വേണ്ട എന്നുള്ള സ്വയം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പം ഒരു മനുഷ്യൻ ആദ്യകാലങ്ങളിൽ കാടുകളിൽ താമസിച്ചു.
പിന്നീട് അവൻ്റെ ബുദ്ധിവികാസം ഉണ്ടായപ്പോൾ അവന് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. ഇന്ന് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നു. മനുഷ്യനെ ഇപ്പം ബഹിരാകാശത്ത് വരെ പോകുന്നു, അല്ലെ അന്യഗ്രഹങ്ങളിൽ പോകാൻ വേണ്ടിയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവൻ്റെ ബുദ്ധി വികസിക്കും തോറും അവൻ ജീവിതത്തിൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞ പോലെ ഇനി ഒരു വ്യക്തിയുടെ ജീവിതം എടുത്താൽ നമ്മൾ ചെറുപ്പത്തിൽ തീയൊക്കെ കാണുമ്പോൾ തീയെ കൊണ്ടിങ്ങനെ കൈകൊണ്ട് തൊടും. അത് ആ ചെറുപ്പത്തിലെ ബോധമില്ലായ്മയാണ്. ബോധം കൂടി വരുമ്പോൾ നമുക്കറിയാം തീ അത് കൈ കൊള്ളുന്നതാണ്. അങ്ങനെ നമ്മൾ ബോധം കൂടും തോറും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നമ്മളുടെ ഇച്ഛാശക്തി, നമ്മളുടെ ബുദ്ധിശക്തി, നമ്മളുടെ ബോധം ഇതൊക്കെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ കൂടുതൽ ഏകാഗ്രത ഉണ്ടാകും. നമ്മുടെ മനസ്സ് സ്റ്റില്ലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഏകാഗ്രത ഉള്ളിൽ വർദ്ധിക്കും. നമുക്ക് കൂടുതൽ ബൗദ്ധികമായിട്ട് ഉയർച്ച ഉണ്ടാകും, ഇച്ഛാശക്തി കൂടും. ഈ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. ഇത് ആരും പറഞ്ഞു തരത്തില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, അല്ലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, വ്യത്യസ്തമായ വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ഈ വിദ്യ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതൽ എന്തോ പറയുന്നത്? അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ആ വ്യക്തി തന്നെ പറയുന്നത്. ഞാൻ പറയുന്ന പരിഹാരങ്ങളോ അല്ലെ ഞാൻ പറയുന്ന കാര്യങ്ങളോ അത് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പയ്യൻ യു കെ ജോലിക്ക് പോയെന്ന് പറഞ്ഞു. അതിനെനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിട്ടു. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് മാറാത്ത ജീവിതങ്ങൾ മാറുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ചില ശക്തികളും അതീന്ദ്രിയമായ ചില ബോധങ്ങളും കൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായ ഇതുപോലുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നതും വഴികൾ പറഞ്ഞു തരാനും പറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് പുതിയമായ ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങളുടേതായ ഒരു ലോകം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഒരു വ്യക്തിയെ അടിമുടി മാറ്റാൻ പറ്റും. ഇതാർക്കും ചെയ്യാം, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാം. ഈശ്വര എന്ന 3 അക്ഷരം കൊണ്ട് ജീവിതം മാറും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈശ്വരനെ ചെല്ലും കേട്ടോ. അതായത് ഏറ്റവും വലിയ രഹസ്യം. ഈശ്വരനെ ചെല്ലും. നിങ്ങൾ ഈശ്വരനെ അറിയും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ള ഈശ്വരൻ, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ, അൾട്ടിമേറ്റായിട്ടുള്ള സെനിത്തായിട്ടുള്ള ആ ഈശ്വരൻ, സർവേശ്വരൻ, സെനിത്ത് പവർ. മനസ്സിലാകുന്നുണ്ടോ? സെനിത്ത് പവർ. അപ്പോൾ ഞാൻ ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെടും, ഒരു സംശയം വേണം. സത്യസന്ധമായ കാര്യമാണ്. നമ്മളിപ്പം ഒരു ഈശ്വര സേവയെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. 2 പ്രവൃത്തി. മാധവ സേവ എന്ന് പറഞ്ഞാൽ മാനവ സേവയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സത്യസന്ധമായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം. അത് ഈശ്വര സേവയാണ്, അത് ശിവസേവയാണ്, അത് ഈശ്വര സേവയാണ്. പ്രവൃത്തി അത് നിങ്ങൾക്ക് പേരിനോ പ്രശസ്തിക്കോ അല്ലെ ഫോട്ടോ എടുത്തിടാനോ ഒന്നും വേണ്ടി ആകരുത്. ഇപ്പം നിങ്ങളുടെ സമൂഹത്തിൽ ഏതെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, അല്ലെ ആരെങ്കിലും പല കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ. നമ്മുടെ സമൂഹത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന ആ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ അല്ല മരുന്നിന് ബുദ്ധിമുട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു സന്തോഷം കൊടുക്കുന്ന രീതിയിലുള്ള അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. അതിനോളം വലിയ പ്രാർത്ഥന വേറെ ഇല്ല. അല്ലെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാനൊരു സത്യം പറയാം, ശരിക്കും ബുദ്ധിമുട്ടുള്ളവർ ആരുടെയും മുന്നിൽ ചെന്ന് ചോദിക്കാറില്ല. ഈ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്നതിൽ ഏറെ പേരും അതൊരു തൊഴിലാക്കിയവരാണ്. അങ്ങനെ കുറച്ച് പേര് ചിലപ്പോൾ ആവശ്യമുള്ളവർ വേണം. ശരിക്കും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഇറങ്ങി കണ്ടെത്തണം. അവരൊന്നും ആരോടും പറഞ്ഞൊന്നും നടക്കത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന. നമ്മൾ അവരെ അന്വേഷിച്ച് കണ്ടെത്തി ജാതിയും മതമൊന്നും നോക്കരുത്. പറഞ്ഞ മനസ്സിലായത്? അതൊന്നും ഈശ്വരനെ അറിയുന്നവർക്ക് അതൊന്നും വേണ്ട.
അതൊക്കെ താൽക്കാലികമായ മുതലെടുപ്പുകൾക്കും സ്വാർത്ഥതയ്ക്കും ഒക്കെ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത്. നമുക്കതൊന്നും വേണ്ട. ആർക്ക് ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ജോലി, ഒരു വീട്ടിലെ ഒരു പയ്യനെ, ചിലപ്പോൾ ഒരു പയ്യനായിരിക്കും, ആ പയ്യനെ ആയിരിക്കും ആ വീട്ടിലെ ആശ്രയം. ഒരു ജോലിയില്ല, നമുക്കറിയാവുന്ന ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വിവാഹം നടക്കാത്ത, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ ഒരു ആശുപത്രി കേസ് പറ്റുന്ന രീതിയിൽ മരുന്ന് മേടിച്ചു കൊടുക്കുക. ഇനി ചിലയിടത്ത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുക. പക്ഷേ ഇതൊന്നിനും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത്. ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നീ എൻ്റെ പുറകെ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വരണം എന്നൊന്നും പറയരുത്. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരെ വിടുക. പ്രത്യുപകാരം, ഒരു കാര്യം ഒന്നും ചിന്തിക്കാതെ, ഒരു പ്രത്യുപകാരത്തിനും അല്ലാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു, നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങൾക്ക് ഈശ്വരൻ ഏറ്റവും മഹത്തായ അറിവുകളും മഹത്തായ വിദ്യയും തരും. ഇനിയും നമ്മൾക്ക് ഇപ്പം കൊച്ചുകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ളൊരു വഴക്ക് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ അച്ഛനും അമ്മയും കാണാതെ ചിലപ്പം ചില തെറ്റുകൾ ചെയ്തെന്നിരിക്കാം. പ്രായമായവരും ഇപ്പം ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. ആരും അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ പ്രായമായവരും മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യാം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല, ചിലരെങ്കിലും. പക്ഷേ ശരിക്കും ഒരു ഈശ്വരബോധം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലൊരു കാര്യം ഒരാളെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ വ്യക്തിയെ അറിയത്തില്ല. പക്ഷേ അതുപോലും നിങ്ങൾ ഈ ഈശ്വരബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിന്തിക്കത്തില്ല ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട്. ചിന്ത പോലും നിങ്ങൾക്ക് മനസ്സിലാകും അത് തെറ്റാണ്. ചിന്തയാണ് വിത്ത്, അതാണ് പ്രവൃത്തിയാകുന്നത്. അപ്പോൾ ചിന്ത പോലും ഒരു വ്യക്തിയെക്കുറിച്ച്, ഇപ്പം നിങ്ങൾ മനസ്സിൽ ഒരാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാൽ അവരത് അറിയണമെന്നില്ല. പക്ഷേ അതുപോലെ നിങ്ങൾ ചെയ്യത്തില്ല നിങ്ങൾ ഈശ്വരനെ അറിയുമ്പോൾ. അതാണ് ശരിക്കുമുള്ള ഈശ്വരബോധം. അല്ലാതെ കുറേ പ്രഭാഷണം ചെയ്ത് നടക്കുന്നതോ ഒന്നുമല്ല, കുറേ പേരിനും പ്രശസ്തിക്ക് വേണ്ടി കുറേ ദാനങ്ങൾ ചെയ്യുന്നതോ ഒന്നുമല്ല. പറ്റുന്ന നന്മകൾ ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ആരും അറിയാതെ ചെയ്യുക. ഒരു മനസ്സിൽ പോലും ഒരാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക. ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ ഈശ്വരബോധം. ആ ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷെ അറിയുന്നതൊക്കെ വേറെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകൾക്കെങ്കിലും ആ ഈശ്വരബോധം ഉണ്ടാകും. ഞാനീ രാവിലെ പറഞ്ഞ വിദ്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരബോധം ഉണ്ടാകും, സംശയം വേണ്ട. ഇപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ, പല ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു വാട്സപ്പിനകത്ത് ഒരുപാട് ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മൃഗങ്ങളെ എതിരായിട്ട് കുറേ ആളുകൾ അതിനെതിരായിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെല്ലാം അനുകൂലമായി. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, സാറിനോട് കൂടി നന്ദി വരും, ആ മൃഗങ്ങളുടെ ഒരു പ്രാർത്ഥനയും സാറിന് ഉണ്ടായിരിക്കുമല്ലോ. അത്ര മൃഗങ്ങൾ രക്ഷപ്പെട്ടു. ഇതെൻ്റെ വലിപ്പവും എൻ്റെ ഇതൊന്നുമല്ല, പരമേശ്വരൻ്റെ ഈശ്വരൻ്റെ കൃപയാണ്. ഈ ഈശ്വരനാണ് എല്ലാം. പറഞ്ഞ് മനസ്സിലായി. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊരു വ്യക്തിയോട് സന്തോഷമായിട്ട് സംസാരിക്കുക. ഒരാൾക്ക് ഒരു നേരം ഒരു മനസ്സിനൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യം സംസാരിക്കുക. ഇതൊന്നും വലിയ പൈസ ആകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ മുടക്കുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളെക്കൂടെ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക എന്ന് വെച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി. നമുക്ക് ചിലപ്പോൾ ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റുന്നിരിക്കത്തില്ല. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു വ്യക്തിക്ക് ഒരു നിമിഷമെങ്കിലും മനസ്സിനൊരു സന്തോഷം കൊടുക്കുക. ഇന്ന് എൻ്റെ വീഡിയോ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നിമിഷമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷവും ഒക്കെ വരുന്നുണ്ട്, സമ്പത്തും ഒക്കെ വരുന്നുണ്ട്. എന്നേക്കുമായി രക്ഷപ്പെട്ടവരുമുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ വലിപ്പമോ അല്ല, ഈശ്വരൻ്റെ കൃപയാണ്. എനിക്ക് വേണമെങ്കിൽ വീഡിയോയ്ക്ക് എന്തെല്ലാം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാം. ചുമ്മാ മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ ചിലപ്പം ഒരുപാട് ആളുകൾ കണ്ടെന്നിരിക്കും. പക്ഷെ അതൊന്നും ആരുടെയും ജീവിതം മാറ്റത്തില്ല, അതൊന്നും ആർക്കും സന്തോഷം നൽകത്തില്ല. അതൊന്നും അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുമില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഈശ്വര, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ്, അത് ചെയ്യുന്ന ആളുകൾക്ക് അതിന് ഫലം ഉണ്ടാകും എന്നൊരു സംതൃപ്തിയോടു കൂടിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്.
അതൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ചിലപ്പം നിങ്ങൾക്ക് എൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സന്തോഷം. അവിടെ ഞാൻ പറയുന്ന ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, അത് ചെയ്യുന്നവർക്ക് ഫലം ഉണ്ടാകുമല്ലോ ഈശ്വര, അവരുടെ ജീവിതം മാറുമല്ലോ. അങ്ങനെയാണ് ഓരോ വീഡിയോയും കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുന്നത്. എൻ്റെ ഏത് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കി, ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത് വീഡിയോ, ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് ജീവിതത്തെ സ്പർശിക്കുന്ന വീഡിയോകളാണ്. അല്ല ഞാൻ ഈ ചുമ്മാ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു, പറയുന്നവർക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം ഒരു ഗുണം ഉണ്ടാകത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറയാറില്ല. അങ്ങനെ വീഡിയോ ഞാൻ ചെയ്യാറില്ല. അതൊരു വീഡിയോയാണ്. അത് ജീവിതത്തെ സ്പർശിക്കുന്നതാണ്, ജീവിതത്തെ മാറ്റുന്ന കാര്യങ്ങളാണ്, ആ നന്മയെ അറിയുന്ന കാര്യങ്ങളാണ്. ഏത് വീഡിയോ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് സർവേശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ചല്ല, ഈശ്വരനെക്കുറിച്ച്. എൻ്റെ പുറകെ നടക്കണമെന്നോ ഒന്നും അല്ല പറയുന്നു. എൻ്റെ പുറകെ ആരും നടക്കണ്ട. എനിക്ക് ഗുരുവും കളിക്കേണ്ട, ശിഷ്യനും കളിക്കേണ്ട, ആദരവും വേണ്ട, ഒന്നും വേണ്ട. ഒന്നുമില്ലായ്മയാണ് ഞാൻ. നിങ്ങൾ ആ ഈശ്വരനെ അറിയുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. മറ്റുള്ളവരുടെ ഒക്കെ പുറകെ നടന്ന് ജീവിതം കളയാതെ നിങ്ങൾ ആവശ്യത്തിന് ക്ഷേത്രങ്ങളിൽ പോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കണം. വേറൊരാളുടെ മനസ്സിൻ്റെ അടിമയാകാതെ അവരുടെ ഇവരുടെ പുറകെ നടന്ന് നിങ്ങൾക്ക് സ്വയം ഈശ്വരനെ അറിയാവുന്നുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞു തരുന്നത്. അതാണ് സത്യമുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ല മോശം ഒരു തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല. ഇന്നത്തെ കാലം വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതൊക്കെ കേട്ടിട്ടും തെറ്റായ വഴികളിൽ പോകുന്നവരാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ളവരുമായിട്ട് അവരുടെ വാട്സപ്പേ ഞാൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഒരു ഇടപാടുമില്ല. പോയാൽ പോയ വഴി. നല്ല കാര്യങ്ങൾ അറിഞ്ഞിട്ടും മോശം വഴിക്ക് പോയാൽ പിന്നെ അവർക്ക് അത് ഈശ്വരന് പോലും അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ മോശമായ കാര്യങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർ ആ നല്ല കാര്യങ്ങളെ എപ്പോഴും പിന്തുടരുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നും ഉയർച്ച ഉണ്ടാകും. അപ്പോൾ നല്ല കാര്യങ്ങളെ അറിഞ്ഞിട്ട് മോശം കാര്യങ്ങളിൽ പോകരുത്. അത് അവനവൻ്റെ തന്നെ കുറ്റമായിരിക്കും. ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാര്യങ്ങളെ അറിയുന്നില്ലെങ്കിൽ അതിപ്പം നിങ്ങളുടെ ഒരു അറിവുകളുകൊണ്ടാണ് വിചാരിക്കുക. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അറിഞ്ഞിട്ട് തെറ്റായ പല മോശമായ കാര്യങ്ങളുടെ പുറകെ പോകരുത്. അങ്ങനെയുള്ളവരോട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് യാതൊരു വാട്സപ്പ് ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം നമ്മളെപ്പോഴും നല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെയും പൊട്ടത്തരങ്ങളുടെ പുറകെയോ ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. എന്നോട് ഒരാൾ ചോദിച്ചു, വവ്വാൽ പൂച്ച വീട്ടിൽ കയറിയാൽ ദോഷമുണ്ടോ? സത്യം പറഞ്ഞാൽ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്, പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. ഇനിയും ചോദിച്ചാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. എന്താ ഞാൻ മറുപടി പറഞ്ഞു കൊടുത്തു. നമ്മുടെ വീടിന് ജനലും കതവും ഉണ്ടെങ്കിൽ അത് തുറന്നിട്ടാൽ വവ്വാലും കയറും പൂച്ചയും കയറും. അതൊന്നും ദോഷമാണെന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയവർ അങ്ങനെ ചോദിക്കും. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ മലമല്ല മണ്ടത്തരങ്ങളും വിളിച്ച് പറഞ്ഞു കാണും. പക്ഷെ നമുക്ക് ബുദ്ധിയില്ലേ? നമ്മളൊരു 5ാം ക്ലാസ് വരെ പഠിച്ചവർക്കെങ്കിലും അതിൻ്റെ ബുദ്ധിയില്ലേ? കഥകം ജനലും തുറന്നിട്ടാൽ പൂച്ചയും വവ്വാലും ഒക്കെ കയറും. അതിന് ദോഷമാണെന്ന് ചോദിച്ചാൽ എന്തോ പറയുന്നത്? ഒന്നും ഒരു ദോഷമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. വിളക്ക് കരിന്തിരി കത്തുന്നു. വിളക്കിൽ കരിന്തിരി കത്തുന്നത് ഈ ദോഷമെന്ന് പറയാനുള്ള കാര്യം എന്നാണെന്നറിയോ? വിളക്ക് കരിന്തിരി കത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. ഈ ശ്രദ്ധക്കുറവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷം വരുത്തി വെക്കും. അതുകൊണ്ടാണ്. അതിൻ്റെ അകത്തൊരു യുക്തിയുണ്ട്. വവ്വാല് കയറുന്നതിനകത്തൊരു യുക്തിയില്ല, അത് അടച്ചിടാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞത്, കാക്ക വീട്ടിൽ കയറി ഒരുപാട് സമയം വീട്ടിൽ ഇരുന്ന് അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ ഇരുന്നാൽ അത് ദോഷം ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കാക്ക വളരെ ശ്രദ്ധയുള്ള ഒരു ജീവിയാണ്. ആ കാക്ക നമ്മുടെ വീട്ടിൽ കയറി, കാക്ക അങ്ങനെ വീടുകളിലൊന്നും കയറാറില്ല. അത് കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അതുപോലെ ശ്രദ്ധയില്ലാത്തവരാണ് ജീവിക്കുന്നത്. ആ ശ്രദ്ധയില്ലായ്മ അവരുടെ ജീവിതത്തിൽ ദോഷം വരുത്തും. പറഞ്ഞു മനസ്സിലാകും? അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിലെ ഒരു അലസതയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പം അതുകൊണ്ടുള്ള അത് നിങ്ങളുടെ ആ കെയർലെസ് നിങ്ങളുടെ ജോലിയിൽ പ്രതിഫലിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിൽ പല തകർച്ചകളും ഉണ്ടാകും. അതിനകത്തൊക്കെ അതിൻ്റെതായ ചില യുക്തികളുണ്ട്.
വവ്വാല് കയറുന്നോ അല്ലെ പൂച്ച കയറുന്നോ, അത് കഥ കടച്ചില്ലേ പൂച്ച കയറും. സ്വാഭാവികം. അതും ദോഷമാണെന്ന് ചോദിക്കരുത്. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകരുത് കേട്ടോ. നല്ല കാര്യങ്ങളെ ചിന്തിക്കാവുള്ളൂ, നല്ല കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. നമ്മളൂടെ ചിന്തിക്കണം ഏത് കാര്യമാണെങ്കിലും. ഇനി പൈപ്പിനകത്ത് വെള്ളം ഇങ്ങനെ വിട്ട് വരുന്ന അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഡിസോർഡർ ഉണ്ടാവും. മനസ്സിലൊരു ഓർഡർ ഇല്ലായ്മ, മനസ്സിലൊരു ഇറഗുലാരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബോധം അന്നേ ദിവസം നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പൈപ്പിൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന കാണരുതെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു യുക്തിയുണ്ട്. അല്ലാതെ കാണുന്ന എല്ലാം അങ്ങനെയുള്ള ആ കണി കണ്ട ഈ കണി കണ്ട അതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. അതൊക്കെ കുറേയൊക്കെ ചുമ്മാ മണ്ടത്തരങ്ങളുണ്ടായതിനകത്ത്, എല്ലാം ഒന്നും ശരിയൊന്നുമല്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, അത് ഗുണമാണേലും ദോഷമാണേലും, അത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കും. അതാണ് അതിൻ്റെ യുക്തി. അല്ലാതെ ചുമ്മാ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്ന, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അതൊന്നൊരു ദോഷമായിട്ട് കണക്കാക്കേണ്ട. ഇപ്പം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഭക്ഷണത്തിനൊന്ന് മുടി വന്നാൽ അതെന്ന് വെച്ചാൽ അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ സ്ത്രീയുടെ അല്ലെ അവരുടെ ഒരു അശ്രദ്ധ കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം പല അശ്രദ്ധ കൊണ്ട് പല പ്രശ്നങ്ങളും വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നുള്ള അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റൊരു കാര്യമല്ല. ഇനി നിങ്ങൾ വിളക്ക് കത്തിക്കും, വിളക്കിന് കുഴിവുള്ള വിളക്ക് ഉപയോഗിച്ച് നോക്കിയാൽ പെട്ടെന്ന് കരിതിരി കത്തത്തില്ല. മനസ്സിലായി? ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുള്ളത്. നല്ല കുഴിവുള്ള വിളക്കാണ് കരിതിരി കത്തത്തില്ല. കാരണം എന്തുകൊണ്ട്? അതിനകത്ത് കൂടുതൽ എണ്ണയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി കുഴിവുള്ള വിളക്കും കരിതിരി കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും കുറവാണ്. നിങ്ങൾ ഒരു അശ്രദ്ധയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അത് കോമൺ സെൻസാണ്. മനസ്സിലായി? അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം. ഞാൻ പലപ്പോഴും പറയും, ഏഴരശനി ഉള്ള ഏഴരശനി ബാധിച്ചവരെ, ഏഴരശനി ജ്യോതിഷവശാൽ ചാരവശാൽ ഏഴരശനി ബാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ ഒരു ശനി ബാധിക്കുന്ന സമയങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പോകും. അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡ് വേറെ ലെവലായിരിക്കും. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഏഴരശനി കണ്ടശനി ഈ സമയങ്ങളിലൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കാരണം ഏഴരശനിയുള്ള സമയത്ത് ചിലപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്നായെങ്കിലും ഇതൊന്നും ചിലപ്പോൾ ചെക്ക് ചെയ്യത്തില്ല. കാരണം മനസ്സിൽ ചിലപ്പോൾ വേറെ സാമ്പത്തിക കാര്യങ്ങൾ ചിന്തയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വണ്ടിയുടെ കണ്ടീഷൻ ഏഴരശനിയുള്ളവർ ചെക്ക് ചെയ്യണം. അതൊക്കെ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു കാര്യമുള്ള കാര്യങ്ങളുമുണ്ട്, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പം നല്ല യുക്തിയുള്ള, നിങ്ങളുടെ ജോലി പ്രയോജനപ്പെടുന്ന കാര്യമുള്ള കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുക. മണ്ടത്തരങ്ങളെ അബദ്ധങ്ങളുടെ പുറകെ ഒന്നും പോകരുത്. അങ്ങനെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവ വെട്രി വേൽ സ്വാഹ. മുരുകാ ശിവോഹം. ശിവ ഓം കൃഷ്ണായ.